വെളിപ്പാട്. എന്നാൽ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം, നമ്മൾ ഈ പ്രധാന വിഷയം അങ്ങ് വിട്ടേച്ച് അപ്രധാനമായ വിഷയങ്ങൾക്കെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുത്ത് അതിന് പരിവേഷം കൊടുത്താൽ ഞാൻ സഹിതം എല്ലാവരും പ്രസംഗിക്കുന്നേ. 7 മുദ്ര, കാഹളം, ചുമന്ന കുതിര, മഞ്ഞ കുതിര, സ്തോത്രം, സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാന വിഷയം. 2 സാക്ഷി, സിയോൻ മലയിൽ 144,000, അതാരാണ്? ഇതൊക്കെ തർക്കമാണ്. ഒരു കാര്യം പറയാം, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ആ വെളിപ്പാടിനോട് ബന്ധപ്പെട്ടതിലെ പ്രധാന വിഷയം എന്താ? പ്രധാന വിഷയം ഒറ്റവാക്കി പറയാം, നിങ്ങൾക്കറിയാം. കർത്താവാകുന്ന യേശുക്രിസ്തു സകലത്തെയും ജയിച്ച് ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്നു. അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാ ഈ പുസ്തകത്തിൽ കൊടുത്തേക്കുന്നത്. വായിച്ച് ഒരു തെളിവിനൊരു വാക്യം വായിച്ച് 19:1. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാസന്തോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്, നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൽ. ഇതിലെ പ്രധാന വിഷയം ഇതാ. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളതാ. 6-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചോ, ഇതിനോട് ചേർത്ത് 6. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും, തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു. ഇതാ ഇതിലെ പ്രധാന വിഷയം. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റെടുത്തിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. രക്ഷയും മഹത്വവും ശക്തിയും കർത്താവിനുള്ളത്. യേശു ക്രിസ്തു രാജത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഈ രാജത്വം ഏറ്റെടുക്കാൻ നടന്ന വിഷയത്തോട് ബന്ധപ്പെട്ട വാക്ക് മുഴുവൻ പ്രശ്നവും. അത് കൊടുക്കാതിരിക്കാനും, തടസ്സമുണ്ടാക്കാനും, പ്രശ്നമുണ്ടാക്കാനും, ഭരിക്കാതിരിക്കാനും, വരാതിരിക്കാനും, ഈ ഭരണം സുസ്ഥിരമായി നടക്കാതിരിക്കാനുള്ള പ്രശ്നങ്ങൾ ആ വാക്ക് മുഴുവൻ. പ്രധാന വിഷയം ഇതാ, യേശുക്രിസ്തു രാജത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും ജയിച്ച് നമ്മുടെ കർത്താവ് ജയാളിയായിട്ട് വന്നിരിക്കുന്നു. ജയാളിയായിട്ട്. അതുകൊണ്ടാണല്ലോ 3-ാം അധ്യായത്തിൽ ഒടുവിലുണ്ടല്ലോ, ഞാനും ജയിച്ചു, അങ്ങനെ എഴുതിയേക്കുന്നത്. ഞാനും, കർത്താവ് തന്നെ പറഞ്ഞു ഞാനും ജയിച്ചെന്ന്. 20-21 വായിച്ചേ. 21 ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നു. ഞാനും ജയിച്ചു. അപ്പോൾ ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. ആ ജയാളിയാകുന്ന കർത്താവിന്റെ ഭരണം ഏറ്റെടുക്കുക. ജയിച്ചവൻ ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു. ആ ജയിച്ച കർത്താവിന്റെ ഭരണം ഏറ്റെടുക്കുന്നു. അപ്പോൾ ആ കർത്താവിനോട് കൂടെ ജീവിക്കേണ്ടവരും ഭരിക്കേണ്ടവരും എങ്ങനെയുള്ളവരായിരിക്കണം? അവരും ജയിച്ചവരായിരിക്കണം. അവിടെ ഒരു വാക്യമുണ്ടല്ലോ, ജയിച്ചവര് വീണ പിടിച്ചെന്ന. ജയിച്ചവര് വീണ പിടിച്ചു. വായിച്ചേ, ജയിച്ചവര് വീണ. നിങ്ങൾ കണ്ടെങ്കിലൊന്ന് വായിര്, കണ്ടില്ലേ ഞാൻ റെഫറൻസ് പറയാം. നിങ്ങളും തപ്പുന്നുണ്ടോ, നോക്കുന്നുണ്ടോ, ഇതിനെപ്പറ്റി എന്തേലും അറിവുണ്ടോ എന്ന് എനിക്കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയാ. റെഫറൻസ് എനിക്കറിയാം, എങ്കിലും എല്ലാവരും വന്ന് വെറുതെ ഇരിക്കുകയല്ലയോ. അപ്പം അങ്ങനെയും ഒന്ന് തപ്പ. ദൈവത്തിൻ്റെ മകൾ ജയിച്ചവര് അങ്ങനെ. കർത്താവ് പറഞ്ഞു ഞാനും ജയിച്ചു, യേശു ജയിച്ചു. അപ്പൊ ആ ജയിച്ച കർത്താവിന്റെ കൂടെ പാർക്കേണ്ടവർ, ജീവിക്കേണ്ടവർ, വസിക്കേണ്ടവർ, ഭരിക്കേണ്ടവർ, അവരും ജയിച്ചവരായിരിക്കണം. കണ്ടോ? മിക്കവാറും നമ്മൾ 12:30 വരെ ഇരിപ്പിരുന്ന് പോവുകയുള്ളൂ.
എന്നാ ഇനിയും 15-ന്റെ 2 വായിര്. അല്ല, ചിലരുടെ ഇരിപ്പും ഭാവവും എല്ലാം കണ്ട സർവജ്ഞ വീടം കയറി വെച്ചിരിക്കുന്നത് പോലെ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പേടിച്ചാന്നല്ലോ വായിക്കുന്നേ. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് മതി. അപ്പോൾ നമ്മുടെ കർത്താവ് സകലത്തെയും ജയിച്ചു. ആ ജയിച്ച കർത്താവ് ഇതിന്റെ ആധിപത്യം ഏറ്റെടുത്തിരിക്കുന്നു. ആ കർത്താവിന്റെ കൂടെ വസിക്കേണ്ട സകല ആൾക്കാരും ജയിച്ചവരായിരിക്കണം. ജയിച്ചവരെ പറ്റി ആണെന്നുള്ള 2-3 അധ്യായത്തിൽ മുഴുവൻ ജയിച്ച വിഷയമല്ലേ. 2-7 വായിച്ചേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് അവിടെയും ജയവാ. 11. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് അവിടെയും ജയിക്കുന്ന 17. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 3-6. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേക്കട്ടെ, വായിച്ചോ. ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ. അപ്പോൾ ജയിക്കുന്ന 2-6 അങ്ങനല്ലയോ? 2-6 3-6 അതല്ലേ ഇപ്പം വായിച്ചേ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവിടെ ജയിക്കുന്നൊരു പദമുണ്ടല്ലോ. 5-ന്റെ 5 5-ഉം 6 ചില പുസ്തകത്തിലെ താഴെ മേളിലുമായിട്ട് ചെറിയ പരിഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. 5-ന്റെ ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അപ്പൊ ഈ ഭാഗത്തെല്ലാം ജയിക്കുന്ന വിഷയമാണ്. നമ്മുടെ കർത്താവ് സകലത്തെയും ജയിച്ച് കർത്തൃത്വം ഏറ്റെടുത്ത് ഭരണം ഏറ്റെടുത്തിരിക്കുന്നു. ആ കർത്താവിനോട് കൂടെ വസിക്കുന്നവർ പാർക്കുന്നവർ ജയിച്ചവരായിരിക്കണം. ഇതാണ് ഇതിലെ പ്രധാന വിഷയം. ഒരു കാര്യം പറയാം, നമ്മൾ ഈ പ്രധാനപ്പെട്ട വിഷയം അങ്ങ് കളഞ്ഞു. जीतने के लिए चाहिए घंटों की कड़ी मेहनत, पीरियड्स में भी. इसलिए हमें चाहिए एक ऐसा पैड जो ഒരു കാര്യം പറയാം, നമ്മൾ ഈ പ്രധാനപ്പെട്ട വിഷയം അങ്ങ് കളഞ്ഞു. എന്റെ ഭാഷ പറയാം, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. എന്തുവാ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്? 1-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിച്ച്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലൻ നാട് കടത്തപ്പെട്ടു. കർത്തൃദിവസത്തിൽ ആത്മവിവശനായി നീ കാണുന്ന പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദെൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് എഴുതുക എന്ന് കാഹളത്തിനൊരു ശബ്ദം എന്റെ ബിംബിക്കെട്ട് എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണും. ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചുകൊണ്ട് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും ഞാൻ കണ്ടു. പിന്നെ അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ്. അതെ, എല്ലാ ഭാഗവും വായിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ആ വെളിപ്പാട് 1-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് പിടിക്കുമ്പോൾ അവൻ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഈ വെളിപ്പാട് വേറെ ആരും കണ്ടിട്ടില്ല. യോഹന്നാനാ വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പ്രധാനപ്പെട്ട വിഷയം തട്ടിയേച്ച് വേറെ വെളിപ്പാടാണ് നമ്മൾ കാണുന്നത്. അതാ ഈ കുഴപ്പം. 1-ാം അധ്യായത്തിലെ വെളിപ്പാടാണ് കാണേണ്ടത്. അത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. നമ്മളത് കാണുന്നില്ല. നമ്മൾ കാണുന്നതെല്ലാം വേറെ വെളിപ്പാടാ. അതാ ഈ വെപ്രാളം. 1-ാം അധ്യായത്തിലെ വെളിപ്പാട് കണ്ടേച്ച് വേറെ എന്ത് വെളിപ്പാട് കണ്ടാലും നിനക്കൊരു കുഴപ്പവും വരികയില്ല. 1-ാം അധ്യായത്തിലെ വെളിപ്പാട് കാണാതെ നീ ബാക്കി അധ്യായത്തിലെ വെളിപ്പാട് കണ്ടാൽ പരുവക്കേടാകും. എന്താ ബാക്കി അധ്യായത്തിലെ ഏതാ? 13-ന്റെ വായിച്ചേ. 13-ന്റെ 1 വായിര്. അപ്പോൾ 10 കൊമ്പും 7 പേടിയാന്ന് തോന്നുന്നു അതൊക്കെ വായിക്കുന്നത്. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇതാ നമ്മൾ കൂടുതലും കാണുന്നത്. 1-ാം അധ്യായത്തിലെ വെളിപ്പാടാ കാണേണ്ടത്. സഭ കാണേണ്ടതും സഭയിൽ കൂടുന്നവർ കാണേണ്ടതും ഞാനും നിങ്ങളും കാണേണ്ട സകല ആൾക്കാരും കാണേണ്ട വെളിപ്പാട് 1-ന്റെ 13 മുതലുള്ള വെളിപ്പാടാ.
അത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഈ വെളിപ്പാട് ഇപ്പൊ കാണുന്നില്ല. കാണുന്നത് മുഴുവൻ 13 മൃഗമാ. ഒന്നുകൂടെ വായിച്ച, നന്നായിട്ടൊന്ന് വായിക്ക്. നിങ്ങൾക്ക് ശബ്ദവും ഒരാക്കോ ഒന്നും ഇല്ലാതെ ഉപവാസം വന്നോ? ഒന്ന് വായിച്ചോ, ഒന്ന് ആക്കത്തിലൊക്കെ ഒന്ന് വായിച്ചേ. അപ്പോൾ 10 കൊമ്പും അമ്മാമ്മയ്ക്ക് ഇച്ചിരൂടെ ആക്കമുണ്ട്. 7 തലയും. അപ്പോൾ 10 കൊമ്പും 7 തലയും. 7 തലയും. കൊമ്പുകളിൽ 10 രാജമുടിയും. കൊമ്പുകളിൽ 10 രാജമുടിയും. തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ എതിർക്കുകയല്ല. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ സമുദ്രത്തിൽ നിന്ന് കയറുന്ന ഒരു മൃഗം. സാധാരണക്കാർ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വെപ്രാളം ഉണ്ടാകും. എന്നാൽ 1-ാം അധ്യായത്തിലെ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് കണ്ടിട്ടുള്ളവൻ ഈ 13-ാം അധ്യായത്തിലെ മൃഗത്തിന്റെ വെളിപ്പാട് കണ്ട ഞെട്ടത്തില്ല. അവൻ യേശു ക്രിസ്തുവിനെ കണ്ടുവച്ചിരിക്കുക. സ്തോത്രം. ദൂഷണനാമങ്ങള് അങ്ങനല്ലേ അമ്മാമേ? നല്ല നാമമൊന്നും അല്ലല്ലോ. എന്താ നാമോ? ദൂഷണനാമം. നമ്മൾ ഈ വെളിപ്പാടാ കാണുന്നത്. ഏതാ? വേറെ പുസ്തകം വായിക്കല്ലേ, ഫേസ്ബുക്കിൽ എന്തെങ്കിലും ദൂഷണനാമം ഉണ്ടോ എന്ന് തപ്പുക. അതാണ് ഈ കുഴഞ്ഞിരിക്കുന്നത്. ഉണ്ടല്ലോ മാധ്യമങ്ങളിലെ, പത്രത്തിലോ മറ്റേ ഇപ്പോൾ ഒത്തിരി അതിനെന്തേലും ആവശ്യമില്ലാത്ത ദൂഷണനാമം ഉണ്ടോ എന്ന് കാണുക. അതല്ല കാണേണ്ടത്. നീ 1-13 വെളിപ്പാട് കാണണം. ഈ മൃഗത്തിന്റെ വരവും ഇതിൽ എഴുതിയിരിക്കുന്ന നാമം ദൂഷണനാമമാണ്, നല്ല നാമമല്ല. എന്നാൽ നല്ല നാമം ഒന്നേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. എല്ലാ നാമത്തിലും മേലായ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. എന്താ കർത്താവിന്റെ നാമത്തിന്റെ വിശേഷത? 1-2 വായിച്ചോ. ഉത്തമഗീതം 1-2. മോനെ, മൈക്ക് എനിക്ക് സുഖകരമല്ല, ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കേണ്ടി വരുന്നു. അതെന്താന്ന് വെച്ചാൽ ഒന്ന് സഹായിച്ചു തന്നാട്ടെ. 1-2 വായിര്. എന്തുവാ ഇത്? ദൈവത്തിന്റെ മഹത്വം. സലോമോന്റെ ഉത്തമഗീതം 2-ാം വാക്യം വായിച്ചാൽ മതി. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. നിന്റെ പ്രേമം വീഞ്ഞിന് രസകരമാകുന്നു. പിന്നെ നിന്റെ തൈലം സൗരഭ്യമായത്. നിന്റെ നാമം പകർന്ന തൈലം പോലെ. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന്മേൽ എഴുതി വച്ചിരിക്കുന്നത് ദൂഷണനാമമാ. എല്ലാരും ഈ വെളിപ്പാടാ കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ? കാണാൻ താല്പര്യം അല്ല, കേൾക്കാനും താല്പര്യം അല്ല, അറിയാനും താല്പര്യം അല്ല, കൂടി വരുമ്പോ ചർച്ച ചെയ്യാനും താല്പര്യം. മറ്റേ കാര്യം എന്താ എന്ന്? ഏത് കാര്യം? മറ്റേ കാര്യം ഒന്ന് പറഞ്ഞു. യോഗം കഴിഞ്ഞ് പറയാന്ന്. എല്ലാവർക്കും ഇതറിയാനാ ജിജ്ഞാസ. ദൈവത്തിന് മഹത്വം. ദൂഷണനാമം നല്ല നാമമല്ല. ദുഷിപ്പ് കേൾക്കാൻ അത്ര സുഖമല്ല. കേട്ടാൽ അത്ര ആത്മീക വർധന വരുന്നില്ല. കേട്ടാൽ നിനക്ക് ചൈതന്യം ഒന്നും വരികയില്ല. പക്ഷേ യേശുവിന്റെ നാമത്തിന്റെ വിശേഷത ഇത് പകർന്ന തൈലം പോലെ. ഇന്ന് രാത്രി ആ നാമത്തിന്റെ വെളിപ്പാട് കാണണം. യേശുവിന്റെ എല്ലാ നാമത്തിലും മേലായ നാമം. പ്രൈസ് ദ ലോർഡ്. ഇത് പകർന്ന തൈലം പോലെയാ. ഈ നാമത്തിൽ പാപമോചനമുണ്ട്. ഈ നാമത്തിൽ രോഗശാന്തിയുണ്ട്. ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഈ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും. ഈ നാമത്തിൽ നിനക്ക് സമാധാനമുണ്ടാകും. ഈ നാമത്താൽ നിന്റെ കുടുംബം രക്ഷപ്പെടും. ഈ നാമത്താൽ നീ രക്ഷപ്പെടും. ഇന്ന് രാത്രി അതാണ് യേശുവിന്റെ നാമം. പകർന്ന തൈലം പോലെ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പകർന്ന പാട്ടറിയത്തില്ലേ? നിർത്തി അല്ല, ഇപ്പം പുതിയ അല്ല, നിർത്തിക്ക്. അത് പാടരുതെന്നാന്നല്ലോ ഇപ്പം. അതാ എനിക്ക് മേച്ചാൻ പാടാത്തെന്ന് തോന്നുന്നു. ഒന്ന് പാടിയതാണോ? ഒന്നുകൂടി ഇരുന്നോട്ടെ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്ന. പഴി തൂച്ചി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പഴി തൂച്ചി
ക്രൂശി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. ഇത് പകർന്ന തൈലം പോലെ. രണ്ടാം വാക്യം ഒന്നുകൂടെ വായിച്ചോ, ശക്തമായിട്ട് വായിക്ക്. ആ രണ്ടാം വാക്യം വായിച്ചേ, ഉത്തമഗീത 1:2. അവൻ തന്റെ അതരങ്ങളാൽ എന്നെ ഒന്ന് ചുംബിക്കട്ടെ. പിന്നെ നിന്റെ പ്രേമം വീഞ്ഞിലിന്റെ സകരമാ. പിന്നെ നിന്റെ നാമം പകർന്ന തൈലം പോലെ. ഇന്ന് രാത്രി സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന്റെ മേലും മൃഗത്തിന്റെ കുഴപ്പടി അത് ദൂഷണനാമമാ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമം പകർന്ന തൈലം പോലെ. എന്തുവായി പകർന്ന തൈലത്തിന്റെ വിശേഷത? നിങ്ങൾക്കറിയാൻ പറയുമൊന്നും വേണ്ട, എങ്കിലും അറിയാത്തവരുടെ ഞാനീ പറയുന്നതെല്ലാം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാ. Sonam, you know, after bathing, moisture from baby skin disappears. Like Mr. India, is it? We've been using Johnson's Baby Soap from day one. It keeps the skin clean, moisturized and super soft. Nanu knows nothing, does he? Johnson's Baby. Protection from day one. നിങ്ങളിതെല്ലാം പഠിച്ചു വെച്ചിരിക്കുക. ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ, പോയിന്റ് വല്ലതും വിടുന്നുണ്ടോ, തെറ്റുന്നുണ്ടോ, എനിക്ക് നിങ്ങളുടെ എല്ലാ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അത്ര ഒക്കത്തില്ല, എന്നാലും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന് മഹത്വം. എന്തുവാ ഈ പകർന്ന തൈലം പോലെ? തൈലം പകർന്നാൽ എന്താ വിശേഷത? വായിച്ചോ 12:3. ഏത് 12 എന്നായിരിക്കും? യോഹന്നാൻ 12:3. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടം മാംസി തൈലം. ഒന്നുകൂടെ വായിച്ചേ. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജട മാംസി തൈലം ഒരു റാത്തിലെടുത്ത്. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി. യേശു ക്രിസ്തുവിന്റെ കാലിൽ പൂശി. തന്റെ തലമുടി കൊണ്ട് മറിയ ബോബ് ചെയ്തതല്ലെന്നാ തോന്നുന്നേ. എന്റെ എളിയ അഭിപ്രായമാ. നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. സുഖമില്ലാത്തവരും ദീനം വന്ന് പുറത്തവരും മാരക രോഗത്തിന് അടിമപ്പെട്ട് വിടുവിച്ച പലരും മുടി നഷ്ടപ്പെട്ട് പോയവരുണ്ട്. അവരുടെ കാര്യം അല്ലി പറയുന്നത്. ഒരു കുഴപ്പമില്ലാത്ത മോളി ഉള്ള മുടിയെല്ലാം കണ്ടിച്ച് വെച്ച് ഇങ്ങനെ നടക്കുന്ന എൻ്റെ കാര്യമായി പറഞ്ഞത്. അപ്പം മറിയ അങ്ങനല്ലായിരുന്നു, തലമുടി കൊണ്ട് തന്നെ മറിയ. ഒന്നുകൂടെ വായിച്ചോ ദൈവദാസി. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തലങ്ങെടുത്ത് യേശുവിന്റെ കാൽക്കൽ പൂശി. തലമുടി കൊണ്ട് പിന്നെ തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് മുഴുവൻ നിറച്ചു. അതാണ് ഈ പകർന്ന തൈലം പോലെ അവിടുത്തെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി യേശുവിന്റെ നാമം പകർന്ന തൈലം പോലെ. തൈലം നല്ല തൈലം പകർന്നാൽ ആ വീട് മുഴുവൻ സൗരഭ്യമായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരോട് ഒരു കാര്യം ശ്രോതാക്കളോട് പറയട്ടെ. നിന്റെ ജീവിതം ദുർഗന്ധം വമിച്ചതായിരിക്കാം. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുക, നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുക. അവൻ ആരും നിന്നോട് സംസാരിക്കുന്നില്ല, സഹകരിക്കുന്നില്ല. നിന്റെ കുടുംബത്തിലുള്ളവരെ, ചാർച്ചക്കാര്, സ്നേഹിതര്, ദേശനിവാസികൾ, വേണ്ടപ്പെട്ടവരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തി. കാരണം നീ ദുർഗന്ധമുള്ള വ്യക്തിയാ, നിന്നോട് അടുക്കാൻ കൊള്ളത്തില്ല, നിന്നോട് കൊള്ളുകയില്ല, നീ നേറ്റക്കേസാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് രാത്രി നീ യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ, യേശുവിനായിട്ട് ഇന്ന് രാത്രി നീ സമർപ്പിച്ചാൽ, നിന്റെ ദുർഗന്ധത്തെ സുഗന്ധമാക്കി തീർക്കുവാൻ കഴിവുള്ള നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ആത്മഹത്യ പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, അവൻ അത് വിഷം പരിഹാരമല്ല, അവൻ പരിഹാരം യേശുവിലുണ്ട്. എന്താ യേശുവിനുള്ള പരിഹാരം? യേശുവിന്റെ നാമം പകർന്ന തൈലം പോലെ. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, പ്രിയരെ, ഇന്ന് രാത്രി ജീവിതത്തിൽ ദുർഗന്ധത്തിന്റെ അവനരെ പിടിയിൽ അകപ്പെട്ട് അയ്യോ ഇനി എങ്ങനെ രക്ഷപ്പെടും, ആരെന്നെ രക്ഷിക്കും, എന്റെ ഈ നാറ്റം, എന്റെ ജീവിതത്തിന്റെ നാറ്റം എങ്ങനെ മാറും, ആര് മാറ്റും, അയ്യോ ഇത് മാറത്തില്ല, ഞാനിതോടെ അവൻ മുടിയുക, അവൻ ഇനി ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിച്ച് ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ആത്മഹത്യ പരിഹാരമല്ല, പരിഹാരം യേശുവിലുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കവ. പകർന്ന തൈലം പോലെ പരിശുദ്ധമായ യേശുവിന്റെ നാമം നിന്റെ ജീവിതത്തിന്റെ ദുർഗന്ധത്തെ മാറ്റും. സകലരും സന്തോഷ തൊന്നിയാൽ, സന്തതം സകലരും സന്തോഷ തൊന്നിയാൽ സ്തോത്ര സംഗീതം പാടി, സ്തോത്ര സംഗീതം പാടി ശ്രീ യേശുവേ വന്ദനം ചെയ്തിടുവീ.
നിരന്തരം വന്ദനം. രാജിതമകസേടുമാമനുസൂദനെ, രാജിതമകസേടുമാമനുസൂദനെ, രാജസ്വമാനിതനെ, രാജസമാനിതനെ, ശ്രീയേശുവേ വന്ദനം. ഓ നിരന്തരം വന്ദനം ചെയ്തിടുവീ, ശ്രീയേശുവേ വന്ദനം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ ദുർഗന്ധത്തെ മാറ്റുവാൻ കഴിവുള്ള പകർന്ന തൈലം പോലുള്ള പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. നിന്റെ കുടുംബത്തിന്റെ ദുർഗന്ധം മാറ്റുവാൻ കഴിവുള്ളതാ യേശുവിന്റെ നാമം. വീട് മുഴുവൻ നിറച്ചെന്നല്ലേ? നിന്റെ കുടുംബത്തിന്റെ ദുർഗന്ധം മാറ്റുവാൻ കഴിയും. ആർക്ക്? യേശുവിന് കഴിയും. ഇന്ന് രാത്രി യേശുവിനായി നിന്റെ കുടുംബത്തെ ഏൽപ്പിക്കുക. ആമേൻ. നിന്റെ ഭവനത്തിന് നിനക്കും ഇന്ന് രാത്രി രക്ഷ വരുന്ന രാത്രിയാ. ദേശത്തിന്റെ ദുർഗന്ധം മാറുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശുവിന്റെ പരിശുദ്ധ നാമം. ആ ഭാഗമൊക്കെ പറയുമ്പോൾ പല കാര്യങ്ങളൊക്കെ പറയേണ്ടത് അതിന് ഇന്ന് മുതിരുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ വലിയ ദുർഗന്ധമായിരുന്നു. വഴി നടക്കാൻ മേല, പള്ളിക്കൂടത്തിൽ കയറാൻ മേല, നേരും ചൊവ്വനും തുണി ഉടുക്കാനൊക്കത്തില്ല, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കത്തില്ല, കെട്ടില്ല, തമ്മിലും അടുപ്പമില്ല, സഹകരണമില്ല, ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല, പട്ടിക്കും പന്തിക്കും വഴി കൂടെ പോകാം, മനുഷ്യന് പോകാൻ മേല, അവൻ വസ്ത്രം ധരിക്കാനൊക്കത്തില്ല, ഇതുപോലെ വെള്ളത്തുണി കൊടുത്ത് എല്ലാവർക്കും നടക്കാനൊക്കത്തില്ല, അമ്മമാർക്ക് മാറുമറയ്ക്കാനൊക്കത്തില്ല, ആഭരണം നിഷിദ്ധമായി ചില ആൾക്കാർക്ക്. അതുകൊണ്ട് കല്ലുമാല ധരിക്കണം, എന്തെല്ലാം. അതുപോലെ അടിമച്ചന്തകൾ, അടിമക്കമ്പോളങ്ങൾ, മാത്രമാണ് വെട്ടുകണ്ടങ്ങൾ, എന്തെല്ലാം പീഡകളും. എന്തോ ഒരു ദുർഗന്ധമായിരുന്നു. ഭർത്താവ് മരിച്ചാൽ സഹോദരി ചിത ചാടി ചത്തോണം. എന്തോ ഒരു കുഴപ്പടി ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്തോത്രം. എന്തെല്ലാം കുഴപ്പടികളാ. ഈ ദുർഗന്ധമെല്ലാം മാറ്റിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. നിങ്ങളതിൻ്റെ ചരിത്രം സൂക്ഷ്മമായി ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അതെല്ലാം വിദേശത്ത് നിന്ന് ആമേൻ യേശുവിനെ അറിഞ്ഞ അനേകം മിഷണറിമാർ ഇവിടെ വന്ന്, സായിപ്പന്മാരെല്ലാവരുടെയും കാര്യമല്ല ഞാനീ പറയുന്നത്, ചെല്ലു പറഞ്ഞ അടിച്ച പറഞ്ഞ സായിപ്പന്മാർ ഇവിടെ, സായിപ്പന്മാർ വന്ന അതിനെ ഗുണം പിടിക്കാത്ത സായിപ്പന്മാർ എത്രണ്ണം വന്ന് ഇപ്പോഴും വരുന്നില്ലേ? ഇപ്പോഴും വരുന്നുണ്ട്, വരുന്ന സ്ഥലവും ഉണ്ട്. അന്നങ്ങ് കിടക്കുകയല്ലയോ അവിടെ? ഓ എന്നാ പറയാനാ. അതാമേൻ സാരി എടുത്തോണ്ട് നടക്കുക. ഞാൻ സായിപ്പന്മാരെ എല്ലാം വക്കാലത്ത് പിടിച്ച് പറഞ്ഞതല്ല, യേശുവിനെ അറിഞ്ഞവരുടെ കാര്യമാണ്. ദൈവത്തിന് മഹത്വം. യേശുവിൻ്റെ സ്നേഹം അകത്ത് കയറിയവര്, ആ യേശുവിൻ്റെ സ്നേഹത്താൽ ആമൻ കടന്നു വന്ന അങ്ങനെയുള്ള മിഷണറിമാർ ഇവിടെ വന്ന് താഴേക്കിടകിൽപ്പെട്ട ദുർഗന്ധം പിടിച്ച് ആമൻ ദുർഗന്ധം അമിച്ച് ആർക്കും വേണ്ടാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് എല്ലാവരാലും തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് കിടന്നവരെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു. അവരുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ ദുർഗന്ധം മാറ്റിയെന്ന്. സായിപ്പ് ഒരിക്കലൊരു സായിപ്പ് വണ്ടിയെ വില്ല് വെച്ച വണ്ടിയല്ല, കുതിര വണ്ടിയിൽ പോയപ്പോൾ കണ്ടത്തിൽ മനുഷ്യനെയും മാടിനെയും കൂടെ വെച്ചാൽ ഉഴുന്നത്. ലോകത്തിൻ്റെ ഒരു വശത്ത് മാട്, ഒരു വശത്ത് മനുഷ്യൻ. നടന്ന കാര്യമാണ്. സായിപ്പ് പറഞ്ഞു വണ്ടി നിർത്തി ചാണ്ട മനുഷ്യനെ ഇഞ്ഞ് കയറ്റിക്കൊണ്ട് വരാൻ പറഞ്ഞു. ചേറിനകത്ത് കുഴഞ്ഞു നിൽക്കുക. മാട് ഉഴുമ്പോലെ മനുഷ്യന് ഉഴുതോണം, ഇല്ലേ പുറന്നിറങ്ങി അടിയാ. അന്ന് സായിപ്പന്മാരിവിടെ പരിക്കുന്ന കാലവും കൂടാ. അയാളെ ഇഞ്ഞു കൊണ്ടുവരാം. ചേറിനകത്ത് കുഴഞ്ഞു നിൽക്കുക. സായിപ്പ് അദ്ദേഹത്തെ ബംഗ്ലാവിൽ കൊണ്ടുപോയി, തേച്ച് കുളിപ്പിച്ചു, ഭക്ഷണം കൊടുത്തു, വസ്ത്രവും കൊടുത്തു, രക്ഷയുടെ സുവിശേഷവും പറഞ്ഞു. ആ മനുഷ്യന്റെ സകല ദുർഗന്ധവും മാറി. നിങ്ങൾ മല്ലപ്പള്ളിയിൽ പരിചയമുള്ളവർ ചെന്ന് അവിടെ ഹാബേൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു സംരംഭമുണ്ട്. ഹാബേൽ ഫൗണ്ടേഷൻ. ഞാനതിൻ്റെ ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ പേരും പണ്ടത്തെ സ്ഥിതിയും എല്ലാം ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അപ്പം നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെയുള്ള ദുർഗന്ധം പലതുണ്ടായിരുന്നു. ആ ദുർഗന്ധത്തിന് മാറ്റം വരുത്തിയത് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമമാണ്. ഇന്നും ഇതിന് മാറ്റം വരുത്തുവാൻ ഈ സുവിശേഷം കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ അവിടുത്തെ നാമം പകർന്ന തൈലം പോലെയുള്ള പരിശുദ്ധ നാമമാണ്. എന്നാൽ ഈ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, അതിനെപ്പറ്റി വായിക്കുന്ന ദൂഷണ നാമങ്ങളാണ്. ഒന്നുകൂടെ വായിച്ചോ, 13-1-2. അപ്പോൾ
10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമമുള്ള ഒരു മൃഗം. തലയിൽ ദൂഷണനാമമുള്ള ഒരു മൃഗം. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് വെളിപ്പാട് 1:13 വെളിപ്പാട് വേണ്ട, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേണ്ട. നമുക്ക് വേണ്ടതല്ല ഇങ്ങനെയുള്ള വെളിപ്പാടാ, ദൂഷണനാമം. ഇതാണ് നമ്മൾ കാണുന്നത്. അത് കണ്ടുകൊണ്ടാണ് ഈ പരുവക്കേടി പലരും ഇരിക്കുന്നത്. 1:13 മുതൽ കണ്ടവരാണെങ്കിൽ ഈ ഇരിപ്പല്ലല്ലോ ഇരിക്കുന്ന പലരും. ഇത് കണ്ടതല്ല, എനിക്ക് തോന്നുന്നു മിക്കതും മൃഗത്തെ കണ്ടിരിക്കുകയാന്ന് തോന്നുന്നു, പേടിച്ചും ഭയപ്പെട്ടും. മാത്രമാണോ നമ്മൾ കാണുന്നത്? ഇനി 12 വായിച്ചു, അവിടെ വേറൊരു സംഭവം കാണുക. 12. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാറ്. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രൻ. ഓടിച്ചു വായിച്ചു. ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയാ. നമ്മൾ കാണുന്നതല്ല ഇങ്ങനത്തെ കാഴ്ചയാ, ഇതല്ല കാണേണ്ടത്. അത് കണ്ടോ കുഴപ്പമില്ല, കാണേണ്ടത് വെളിപ്പാട് പുസ്തകം 1:13 മുതലുള്ള വെളിപ്പാടാ, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഈ വെളിപ്പാട് കാണാതെ നമ്മൾ കാണുന്ന മുഴുവൻ കേറി വരുന്ന മൃഗം സൂര്യനെ അണിഞ്ഞൊരു തള്ള. പിന്നെ കാണുന്ന ഏതാ? 12:3 വായിര്. യോടി എന്നെ നോക്കിയിരിക്കാതെ വായിക്ക്. 12:3. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തല, 10 കൊമ്പ്, തലയിൽ 7 രാജമുടിയും തീനിറമുള്ള ഒരു മഹാസർപ്പം. മതി. ഞാനും നിങ്ങളും കാണേണ്ട വെളിപ്പാട് 1:13 മുതലുള്ള വെളിപ്പാടാ. നമ്മൾ ഇത് കാണുന്നുമില്ല, ഇത് കാണാൻ നമുക്ക് താല്പര്യമോ ഇല്ല. നമ്മൾ മുഴുവൻ കാണുന്നത് പാമ്പ്, തീനിറമുള്ള പാമ്പ്, സൂര്യനൊരു തള്ള, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നൊരു. ഈ വെളിപ്പാടെല്ലാം കണ്ടുവച്ചിരിക്കും. അതാ ഈ പരുവക്കേടിയിരിക്കുന്നത്. അതെ. ഇനി 17:3 വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിൽ കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്റെ മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ. വേറൊരു സ്ത്രീയാ. ഇടയ്ക്ക് കയറി പറയാം, വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ പ്രധാനമായിട്ട് 4 പെണ്ണുങ്ങളെ കാണാം. എൻ്റെ ഭാഷയാ, 4 സ്ത്രീകൾ, 3 പരുവക്കേടാ. 3 ഞാനൊക്കെ 4 സ്ത്രീകൾ. ഒന്നാമത്തെ സ്ത്രീയെ 2-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുന്ന അമ്മാമ്മ, പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുന്ന ചില സഹോദരിമാരുണ്ട്. പാസ്റ്റർ സങ്കീർത്തനം വായിച്ചിരുന്ന് കഴിയുമ്പോൾ അമ്മാമ്മ പ്രബോധനത്തിന് എഴുന്നേക്കും. വേറെ സഭയിലുണ്ടായിരുന്ന അമ്മാമ്മ പ്രാർത്ഥിച്ചൊടുവിൽ നിർത്തുന്നത്. ഒക്കെ തള്ളക്ക് കൊടുക്കാഞ്ഞതിന് അത് പിന്നെ പ്രശ്നം ഉണ്ടായി. എൻ്റെ ദാസന്മാരെ അതാ ഒരു സ്ത്രീയെ, ഒന്നും ഞാൻ വിവരിക്കുന്നില്ല, വിവരിച്ചിട്ട് കാര്യവും ഇല്ല. അതൊരു സ്ത്രീയെ. 2-ാമത്തെ സ്ത്രീ 12 കാണുന്നത് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ. 3-ാമത്തെ സ്ത്രീ 17 കണ്ടത് മൃഗത്തിൻ്റെ പുറത്ത് കയറി ഇരിക്കുന്നു. എന്നാൽ 4-മതൊരു സ്ത്രീ ഉണ്ട്, അത് മണവാട്ടിയാണ്. 19-ാം അധ്യായത്തിൽ. ആ ഭാഗത്തേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, നിങ്ങൾക്ക് അറിവുള്ളത് കൊണ്ട് ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഞാനും നിങ്ങളും കാണേണ്ട വെളിപ്പാട് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കാണണം. പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി നാട് കടത്തപ്പെട്ടിരിക്കുക. 2 കാര്യത്താൽ യോഹന്നാനെ നാട് കടത്തി. എന്താ 2 കാര്യം? യോഹന്നാൻ നാട് വിട്ടത് അല്ല, യോഹന്നാനെ നാട് കടത്തിയത് ചിട്ടി നടത്തി പൊട്ടിയതല്ല. അല്ല, നാട്ടുകാരുടെ പാസ്പോർട്ടും വിസായും എല്ലാം മേടിച്ച് കാശടിച്ച് മാറ്റി അല്ല, അതിരുമാന്തി വെച്ച് പോയതല്ല. ചേട്ടാനിയന്മാർ തമ്മിൽ കൊമ്പ് കോർത്ത് വഴക്കുണ്ടാക്കി വടിവാളിന് വെട്ടി ഉണ്ടയിട്ട് പോയതല്ല. മലബാറിനോ ഹൈ റേഞ്ചിനോ പണ്ടൊക്കെ അങ്ങനെ പോവും. എല്ലാവരും അല്ല, ചിലര്. എല്ലാവരുടെയും കാര്യമല്ല, ചിലര്. യോഹന്നാൻ പോയത് അതിരുതർക്കം ഉണ്ടായി പോയതല്ല, അടിപിടി ഉണ്ടാക്കി പോയതല്ല, കത്തിക്കുത്തുണ്ടാക്കി പോയതല്ല, നാടൻ ബോംബ് എറിഞ്ഞു പോയതല്ല, വഴക്കും മയ്യാവേലി ഉണ്ടാക്കി പോയതല്ല, നാട്ടുകാരുടെ കാശ് മേടിച്ചു പോയതല്ല, പാസ്പോർട്ടും വിസയും വിസ തരാന്ന് പറഞ്ഞേച്ച് ഉണ്ടായിട്ട് ട്രാവൽ ഏജൻസി അങ്ങനെയൊക്കെ പൊട്ടിയ ആൾക്കാരുണ്ട്. പേർഷ്യ ജോലി ചെയ്ത് അറബിയുടെ അടിച്ചു മാറ്റി മുങ്ങിയ എന്തോ ഒരു കമ്പനി ഉണ്ടല്ലോ,
എന്തേലും ആട്ടെ. അങ്ങനെയൊക്കെ മുങ്ങിയ ധാരാളം ആൾക്കാരുണ്ട്. ഉണ്ടെന്ന് നിങ്ങളുടെ അറിവില്ലേ ചിലരെ? നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഉണ്ട് ധാരാളം. യോഹന്നാൻ അങ്ങനെ പോയതല്ല നാട് കടത്തപ്പെട്ടത്. എങ്ങനെയാ യോഹന്നാൻ നാട് കടത്തപ്പെട്ട്? കാരണം 1:9 വായിച്ചേ. 9-10 വായിച്ചോ. 9-10 പെട്ടെന്ന് ചടികടാന്ന് വായിക്കേ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സകലത്തിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാന് ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം അവർ 2 കാരണത്താലാണ് ആമേൻ പത്മോസിൽ നാട് കടത്തപ്പെട്ടത്. 1 ആമേൻ സ്തോത്രം യേശുവിന്റെ സാക്ഷ്യം, 2 ദൈവവചന നിമിത്തം. ഒരു കാര്യം ദൈവമക്കളോട് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും നീ ശരിയായ നിലയിൽ സാക്ഷ്യം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. നമ്മളാരും ശരിയായ നിലയിൽ പറയുന്നില്ലല്ലോ. പറയുന്നുണ്ടോ? ഇല്ല, പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പ്രശ്നമാണ്. പറയുമ്പോഴേ പറയും പരിജ്ഞാനത്തോടെ പറഞ്ഞോണം, ഇല്ല നമുക്ക് തല്ല്. ശരിക്കും പറഞ്ഞാൽ പ്രശ്നമാണ്. ശരിയായ നിലയിൽ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ പഠിച്ച് ശരിയായി സാക്ഷ്യം പറഞ്ഞെടുത്തെല്ലാം പ്രശ്നമല്ലേ? അതെ, പ്രശ്നമാണ്. എല്ലായിടത്തും പ്രശ്നമാണ്. പ്രശ്നം മാത്രമാണ് അവർക്ക് കിട്ടിയ പേര് കലക്കം ഉണ്ടാക്കുന്നവരെന്ന്. കലക്കം ഉണ്ടാക്കുന്നവരെന്ന് നല്ല പേരല്ലല്ലോ കിട്ടിയത്. അവൾ ശരിയായ സാക്ഷ്യം പറഞ്ഞ പ്രശ്നമാണ്. മാത്രമല്ല വചനം തീർത്ത് പറഞ്ഞേ പ്രശ്നമാണ്. 2 കാര്യത്താൽ ആ യോഹന്നാൻ നാട് കടത്തപ്പെട്ടത്. 1 സാക്ഷ്യം, 2 ദൈവവചനം നിമിത്തം. അങ്ങനല്ലേ? ഒന്നുകൂടെ വായിച്ചേ. ദൈവവചനം നിമിത്തം വായിക്കേ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സാക്ഷ്യത്തിലും കൂട്ടാളിലുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും. ഒരു കാര്യം എന്നെ കേൾക്കുന്നുണ്ട്, വചനം തീർത്ത് പറഞ്ഞ പ്രശ്നമാണ്. പക്ഷെ നമ്മളാരും ശരിക്കും വചനം പറയുന്നില്ല. ഞാൻ സഹിതം തീർത്ത് പറയുന്നില്ല. നമ്മളെല്ലാം ഒരു എന്തുവാ, ഒരു പരുവത്തിന് പൊത്തി അങ്ങനെ. സഭയിൽ ബ്ലേഡുകാരൻ അച്ചായം കാണും. 15-ാം സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കാൻ പറ്റുമോ? ട്രാൻസ്ഫർ ആയിരിക്കും. അട്ടപ്പാടിക്ക് ഒരു സഭ കിട്ടിയത് തന്നെ എന്ത് കഷ്ടപ്പെട്ട. നമുക്കും ദൈവത്തിനും അറിയാം. പ്രസ്ബിറ്ററെ കണ്ടു, സെൻട്രൽ പാസ്റ്ററെ കണ്ടു, സൂപ്രണ്ടിനെ കണ്ടു, ഓവർസിയറെ കണ്ട്, പിന്നെ ഓരോ വിഭാഗത്തിൻ്റെ പേരങ്ങ് പറഞ്ഞതാ. സ്തോത്രം കണ്ട് കാണേണ്ടതുപോലെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ 15 വായിക്കേണ്ട കാര്യം പെമ്പളേം പറഞ്ഞു, നിങ്ങൾ 15 വായിക്കണം, നിങ്ങൾ 91 വായിര്. 15 നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാ, അത്ര വലിയ തെള്ളപ്പി നിൽക്കാന്നെ 15 എന്നോടും പിള്ളേരോടും വൈകിട്ട് പറ, ഞങ്ങൾ ബലപ്പെടുകയോ തുള്ളുകയോ ചെയ്യാം. സഭയെ പറഞ്ഞ പ്രശ്നം വേണ്ട, തീർത്ത് പറഞ്ഞ പ്രശ്നമാ. അതെ, പ്രശ്നമാ. സഭയ്ക്കകത്ത് ശരിക്കും ഉപദേശം പറഞ്ഞ പ്രശ്നം ഉണ്ടാകും. വചനം തീർത്ത് പറഞ്ഞ പ്രശ്നമാ. വേർപാടിൻ്റെ ഉപദേശം ഒന്ന് പറഞ്ഞു നോക്കിയാൽ പ്രശ്നം ഉണ്ടാകും. ഇപ്പം മിണ്ടാനൊക്കത്തില്ല. പാസ്റ്റർമാർക്ക് അറിയാൻ പാടില്ലായിട്ടല്ല, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പറയുകയല്ല, പറഞ്ഞാൽ പ്രശ്നമാണ്. എന്നാൽ യോഹന്നാൻ ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അപ്പൊ ആത്മവിവശനം എന്നാ, അവശനല്ല. നമുക്കറിയാം ഇപ്പൊ എല്ലായിടത്തും അവശതയാ. യോഗത്തിന് വന്ന് അവശതയാ. എല്ലാം ഉരുണ്ട് വീടുകയും ഛർദ്ദിക്കുകയും കുരയ്ക്കുകയും എന്തെല്ലാം മേളമാണ് നടക്കുന്നത്. പൊത്തോന്നങ്ങ് വീഴുക. വീണാ പിന്നെ അവശത ഉണ്ടാകാതിരിക്കുമോ? നിലക്കണ്ണ് നിന്ന് ആണും പെണ്ണും എല്ലാം കൂടെ പൊടോന്നുരുണ്ട് വീണ വീടിച്ചേച്ച് അവൻ കാറെ കയറിപ്പോയി, തള്ളയോടെ വീണ് കിടക്കുക. മാപ്പിള അവിടെ ഓട്ടോയിൽ ചാരുന്നിപ്പോൾ ഓട്ടോക്കാരനും വന്ന് നിൽക്കുന്നു. ഇതിനെയും കൊണ്ട് പോകണം. ഇങ്ങോട്ട് വന്നപ്പോൾ കാശ് കൊടുക്കാതാ പോകുന്നത്. അവന് കാശ് കൊടുക്കുകയും ചെയ്യണം.